അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്നല്ലേ, ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. എന്നെ സംബന്ധിച്ച് മുരിങ്ങയിലയും കരിവേപ്പിലയൊക്കെ കഴിക്കാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ രീതിക്കാണ് ഞാൻ ഉള്ളിലോട്ട് എടുക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ മക്കളും ഇതുപോലെയാണ്. ഇലക്കറികളൊക്കെ കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മോൻ്റെ കാര്യം പറയണ്ടല്ലോ, വെജിറ്റബിൾസ് എന്ന് കണ്ടാൽ തന്നെ അവൻ അലർജിയാണ്. എന്തായാലും ചമ്മന്തിപ്പൊടിക്ക് ഞാൻ സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് 1 കപ്പ്. അതേ അളവിൽ ഉഴുന്നും എടുത്തിട്ടുണ്ട്. അതിൻ്റെ പാതി അളവിൽ അരിയും കൂടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും പിന്നെ കായവും ഉപ്പും. പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കരിവേപ്പിലയും മുരിങ്ങയിലയും കൂടെ വറുത്തിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു തരിതരിപ്പോടെ പൊടിച്ചെടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ ആരും അറിയാതെ തന്നെ അകത്തോട്ട് പൊക്കോളും. എന്തായാലും മുരിങ്ങയിലയുടെയും കരിവേപ്പിലയുടെയും ടേസ്റ്റ് അങ്ങ് എടുത്തൊന്നും നിൽക്കത്തില്ല. ഇത് എണ്ണയിൽ മിക്സ് ചെയ്ത് കഴിക്കാട്ടോ. വെളിച്ചെണ്ണയിലാണ് ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് മോക്ക് കൊടുത്ത് പരീക്ഷിച്ച് നോക്കാം. അവൾ എന്താണെന്ന് അറിയാത്ത എക്സ്പ്രഷനാണ് ഈ കാണിക്കുന്നത്. പക്ഷെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾ പിന്നെയും കഴിച്ചിട്ടുണ്ട്. ഏകദേശം ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നതിന് മുമ്പേ തന്നെ മന്തിപ്പൊടി തീരാറായിട്ടുണ്ട് കേട്ടോ.